അവരുടെ വിശ്വാസം കണ്ട് യേശു തളവാത രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നവരിൽ പ്രധാനമായും ഈശോയും തളവാത രോഗിയും അവനെ എടുത്തുകൊണ്ടുവന്ന 4 പേരും അടങ്ങിയിരിക്കുന്നു. ആ തളവാത രോഗിക്ക് സൗഖ്യം ആവശ്യമായിരുന്നു. അതിനാൽ അവൻ ഈശോയുടെ അരികിലെത്തുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അവന് ഇത് സ്വയം സാധ്യമല്ലാതിരുന്നതിനാൽ ആ 4 പേരുടെ സഹായം അവൻ തേടി. തിരുവചനത്തിൽ ആ തളവാത രോഗിയെ എടുത്തുകൊണ്ടുവന്നവർക്ക് ആൾക്കൂട്ടം മൂലം വാതിലിലൂടെ പ്രവേശിക്കുവാൻ സാധ്യമല്ലാതിരുന്നതിനാൽ വീടിന്റെ മേൽക്കൂര പൊളിച്ച് അവർ അവനെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചുവെന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ സാന്നിധ്യവും കരുണയും ഒത്തിരി ആവശ്യമായിരുന്ന അവസരങ്ങളിൽ അനേകം പേർ നമ്മെയും സഹായിച്ചിട്ടുണ്ടാവാം. അതുപോലെ മറ്റുള്ളവരെയും ഈശോയിലേക്ക് നയിക്കുവാൻ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കാരണമാകണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നമ്മൾ ഈശോയെ അന്വേഷിക്കുവാൻ തയ്യാറായാൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അവിടുത്തെ അരികിലെത്തുവാൻ നമുക്ക് സാധിക്കും. തളവാത രോഗിക്ക് ശരീരത്തിനും ആത്മാവിനും സൗഖ്യം നൽകിയ തമ്പുരാൻ നമ്മെയും സൗഖ്യപ്പെടുത്തുവാനും അവിടുത്തെ സ്വന്തമാക്കുവാനും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ആ നല്ല ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഇടപെടൽ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകുന്നതിനായി ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.